ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്സ്. ഇത് കഴിഞ്ഞ ദിവസം എടുത്ത വ്ളോഗാണ് കേട്ടോ. അത് ഞാൻ മീൻ മാർക്കറ്റിൽ പോയപ്പം മീനല്ല കേട്ടോ, മീൻ മാർക്കറ്റിൽ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന കാരണം സാധനം മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു വ്ളോഗാക്കിയതാണ്. എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്കത് കാണാം. രാവിലെ എഴുന്നേറ്റ് ചായയെല്ലാം കുടിച്ചു. ഇത് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാകാൻ പോകാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ടാക്സിയിലൊക്കെ കയറി. ഒരു തമിഴ് ചേട്ടനായിരുന്നു കേട്ടോ. ചേട്ടനോട് ഞാൻ ആദ്യം പറഞ്ഞു മീൻ മാർക്കറ്റിലേക്ക് പോകണമെന്ന്. പുള്ളി കേട്ടത് മീൻ മാർക്കറ്റ് എന്നാണ്, ഫിഷ് മാർക്കറ്റ്. പുള്ളി നേരെ ഷുവൈക്കിലേക്ക് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ മീനിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ ചോദിച്ചു എന്തിനാ മീൻ മാർക്കറ്റിൽ പോണേന്ന്. ചേട്ടൻ വിചാരിച്ചാണ് ഇത്രയും മേക്കപ്പ് എല്ലാം ഇട്ട് എങ്ങോന്ന് മീൻ മേടിക്കാൻ വേണ്ടി പോവുകയാണോ. അങ്ങനെയാണ് ഞങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റി പിന്നെ ഞങ്ങൾ തിരിച്ച് മീൻ മാർക്കറ്റിലേക്ക് പോയി. അൽറായിലുള്ള മീൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഈ കുവൈറ്റ് ഉണ്ടല്ലോ, ഒരുപാട് ഭംഗിയില്ല കാണാൻ. പക്ഷേ അവരുടെ ബിൽഡിങ്ങിനൊക്കെ ഒരു പ്രത്യേകതയാണ്. എന്തോ ഒരു ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെ അവസാനം ഞങ്ങൾ മീൻ മാർക്കറ്റിലേക്ക് കയറി. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് ഓടിപ്പാഞ്ഞാണ് കേട്ടോ പാഞ്ഞ് കയറി പോയത്. അങ്ങനെ താഴെ തൊട്ടിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ ഷോപ്പിംഗ്. വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാവിധ സാധനങ്ങളും ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. ചെറിയ സ്പൂണ് തൊട്ടിട്ട് വലിയ ഐറ്റംസ് വരെ. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാം നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, പിന്നെ ഐറ്റംസ്, പാത്രങ്ങൾ, എല്ലാ ടൈപ്പ് ഓഫ് പാത്രങ്ങൾ, പിന്നെ ഗ്ലാസ് ഐറ്റംസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ്, കുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ, വലിയ ആൾക്കാർക്ക് വേണ്ടുന്ന സാധനങ്ങൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. കുട്ടികൾക്കും ലേഡീസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ നാട്ടിലൊക്കെ പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ അവസാനം ഞങ്ങളുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു, ബില്ലിങ്ങും കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഡ്രൈവർക്ക് വേണ്ടിയിട്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പറഞ്ഞ അതേ ഡ്രൈവർ തന്നെയാണ് ഞങ്ങൾ വിളിച്ചത്. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയി.